ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ നാളത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ഗോമതി വല്ലാത്തൊരവസ്ഥയിലാണ്. അലോക് മരിച്ചു എന്ന് ഗോമതിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. തൻ്റെ കുടുംബത്തിൽ നിമിഷം നേരം കൊണ്ട് സംഭവിച്ച ദുരിതങ്ങൾ കണ്ട് പകച്ചു നിൽക്കുകയാണ് ഗോമതി. അപ്പോഴാണ് ബാലൻ്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്. അപ്പം സുകന്യ പറയാണ്, ചേച്ചി ബാലേട്ടൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയിക്കരുത്. ബാലേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചേച്ചിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. ഇത് വലിയ പ്രശ്നമാകും ചേച്ചി, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ ഗോമതി ഒരു പാവയെ പോലെ സുകന്യ പറയുന്നതെല്ലാം അനുസരിച്ച് പോവാണ് കേട്ടോ. ഇതേസമയം അനുശ്രീ ആകെ തകർന്ന് നിൽക്കുകയാണ്. ഇന്ന് എന്തൊക്കെയാണോ നടന്നേ അതെല്ലാം കൂടി അവളുടെ തലയ്ക്കകത്ത് ആകെ ഒരു മൂളക്കം പോലെ വന്ന് തലയൊക്കെ കറങ്ങി വീഴുന്ന രീതിയിൽ നിൽക്കുക. സുകന്യയാണെങ്കിൽ ആലോകിന്റെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് തല കറങ്ങി വീഴാൻ പോയ അനുവിനെ പെട്ടെന്ന് സുകന്യ കയറി പിടിക്കുകയാണ്. ചേച്ചി എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നുക. നീ മിണ്ടരുത്, നീ ഒറ്റ ഒരുത്തി കാരണമാണ് ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ആ ചെറുക്കൻ നിന്നോട് എത്ര തവണ പിന്നാലെ നടന്ന് കെഞ്ചിയതാടി, ഒന്ന് ക്ഷമിക്കുന്നു പറഞ്ഞ് നിനക്ക് ഒരു തവണ അവൻ പറഞ്ഞത് കേൾക്കുമായിരുന്നെങ്കിൽ ഇപ്പം ഈ അവസ്ഥ വരുമായിരുന്നോ? ഇപ്പം അവൻ്റെ ജീവനും എടുത്തിരിക്കുന്നു. കൃഷ്ണമംഗലത്തുള്ളവർ ഇത് അറിഞ്ഞു കഴിഞ്ഞാലത്തെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പറയാം. ചേച്ചി ഈ സമയത്ത് ഇങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ചേച്ചി എന്ന് പറഞ്ഞ് അനു അവിടെ നിന്ന് കരയാണ് കേട്ടോ. പെട്ടെന്ന് അനുവിന്റെ കരച്ചിലൊക്കെ കാണുമ്പോഴത്തേക്കും സുകന്യ പോയി വാതിലടയ്ക്കുക. നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ബാലേട്ടൻ വന്നിട്ടുണ്ട്. നീ ഈ കരഞ്ഞു ബഹളം വെച്ച് ഈ കാര്യങ്ങളൊക്കെ ഇപ്പൊ തന്നെ ബാലേട്ടനെ അറിയിക്കുവോ? ബാലേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പം അതോടുകൂടി നിന്റെ ജീവിതം അവസാനിച്ചു തന്നെ അനു. നിന്റെ അച്ഛൻ അലോകിനെ ഇവിടെ വരാൻ കാരണം നീയാണെന്ന് അറിഞ്ഞാലത്തെ അവസ്ഥയെപ്പറ്റി നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അയ്യോ, അച്ഛൻ അറിഞ്ഞ എന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല ചേച്ചി. ഈശ്വര, ദേവിയടത്തേക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെ പറഞ്ഞ് അനു അവിടെ നിന്ന് നിൽക്കുക. നിനക്കിപ്പോഴും ദേവിക്ക് വല്ലതും പറ്റിയതിനെ പറ്റിയാണോ നീ ചിന്തിക്കുന്നത്? അലോക് മരിച്ചു കിടക്കുക. നിങ്ങൾക്ക് എന്താ ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാകാത്തത് എന്ന് അപ്പം സുകന്യ ചോദിക്കുകയാണ്. എനിക്കൊന്നും അറിയില്ല, ഞാൻ കാരണം എത്ര പേർക്ക് ആപത്ത് സംഭവിച്ചിരിക്കുന്നത്. ഇതിനെല്ലാം കാരണക്കാര് ഞാനാ, എൻ്റെ ഈശ്വര എന്നും പറഞ്ഞ് അനുവാണ് തലയ്ക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേസമയം ബാലൻ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടാണ് വരുന്നത്. അപ്പൊ ഗോമതി കാണുമ്പോൾ, ഗോമതി ഇത് ദേവിമോൾക്കുള്ള കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെയാ. അല്ല, ദേവിമോൾ എന്തേ എന്ന് ചോദിക്കുക. അത് പിന്നെ ബാലേട്ടാ, ദേവി കുളിക്കുകയാണോ? ഇതെന്താ ഈ ഉച്ച സമയത്ത് കുളിക്കുന്നത്? രാവിലെ കുളിക്കാറാണല്ലോ പതിവ്. അത് ചൂടൊക്കെ അല്ലേ ബാലേട്ടാ, ദേവിക്ക് ആകെ ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനാ പറഞ്ഞത് കുളിക്കാൻ. അല്ല, നിനക്കിതെന്ത് പറ്റി? നീ എന്താ ഗോമതി ആകെ വേർത്ത് കുളിച്ചിരിക്കുന്നത്? എന്താ മുഖത്ത് വല്ലാത്തൊരു അപ്പം നമ്മുടെ ഗോമതി പറയും, ഇല്ല ബാലേട്ട, എനിക്ക് ഒരു കുഴപ്പമില്ലെന്നേ, ബാലേട്ടന് തോന്നുന്നതാ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ബാലേട്ടന് കടയിലേക്ക് പോകേണ്ടതല്ലേ, ഞാൻ ചോറെടുക്കാം എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ബാലൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക, ഇല്ല ഗോമതി എന്തോ എന്നിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അവൾക്ക് എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ, ആകെ ഒരു പതർച്ച പോലെ. ഒന്നുകൂടെ അവളോട് ചോദിച്ചാൽ അവൾ സത്യം പറയുമായിരിക്കും. അവൾ എന്തിനാ എന്നോട് എന്തോ മറച്ചു വെക്കുന്നത് എന്നൊക്കെ ബാലന് ചിന്തകൾ പോവാണേ. ഇതേ സമയം ഹോസ്പിറ്റലിലെത്തിയ ഉടനെ തന്നെ നമ്മുടെ ദേവിയെ പരിശോധിക്കുകയാണ് ഡോക്ടർ. അപ്പോൾ ഡോക്ടർ പരിശോധിച്ച ശേഷം പറയാണ്, ദേവിയുടെ വയറിടിച്ച വീണത്, അതുകൊണ്ട് തന്നെ കുഞ്ഞ് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം മീനുവിനെ അറിയിക്കുക. ഒരുപാട് ബ്ലീഡിങ്ങും ആയല്ലോ. അപ്പം മീനു ആണെങ്കിൽ ആകെ തകർന്ന് നിൽക്കുക. അല്ല ഡോക്ടർ എന്നും പറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ഈ കുട്ടിക്ക് റെസ്റ്റ് വേണം, ഈ കുട്ടിയുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കുക എന്നുള്ള കാര്യം ഡോക്ടർ അറിയിക്കുകയാണ്. അത് കേട്ട് ഞെട്ടിത്തെറിച്ച് മീനു ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക. ഞാനിത് എങ്ങനെ ദേവിയടുത്തോട് പറയും? ആനന്ദേട്ടൻ ഇതറിഞ്ഞ, വീട്ടിലുള്ളവരൊക്കെ ഇതറിഞ്ഞ എങ്ങനെ ഉൾക്കൊള്ളും? അലോക് അവൻ ഒറ്റ ഒരുത്തനാ ഇതിനെല്ലാം കാരണം. അവനെ ആരാ ആ വീട്ടിലേക്ക് കയറ്റാൻ സഹായിച്ചത്? എന്തൊക്കെ ദുരിതങ്ങളാ നിമിഷ നേരം കൊണ്ട് അവൻ ആ വീട്ടിൽ ചെയ്തു വെച്ചത്? എൻ്റെ ഈശ്വര, ഞാൻ എന്താ ചെയ്യുക? ആരോടാ ഞാനിത് പറയുക എന്നും പറഞ്ഞ് ഇവിടെ മീനുമാണ് തലയും കുമ്പിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ദേവി എഴുന്നേറ്റ് കഴിയുമ്പം ഇതിനെ എങ്ങനെ ഉൾക്കൊള്ളും ഈ സത്യം എന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല മീനുവിനും. ഇതേ സമയം നമ്മുടെ ആനന്ദാണെങ്കിൽ അവൻ്റെ കുഞ്ഞിനായിട്ടുള്ള കുഞ്ഞുടുപ്പുകളൊക്കെ മേടിച്ച് വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറി വരികയാണ് കേട്ടോ. വീട്ടിലെത്തി കഴിയുമ്പം ദേവി എന്ന് വിളിച്ചോണ്ടാ വരുന്നത്. അപ്പം ആനന്ദിന്റെ വരവൊക്കെ കാണുമ്പോഴത്തേക്കും ഗോമതി ആകെ പേടിച്ച് വിറയ്ക്കുക. ഈശ്വര, ആനന്ദ്, ഇനി ഞാൻ ഇവനോട് എന്താ പറയുക എന്നോർത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പം റൂമിൽ ചെല്ലുമ്പം ദേവി അവിടെ കാണാത്തപ്പം ആനന്ദാണെങ്കിൽ അമ്മയെ വിളിക്കും. അമ്മേ എന്നും പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗോമതി ആണെങ്കിൽ ആനന്ദിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അമ്മേ, ദേവി എവിടെ? ഞാൻ റൂമിലൊക്കെ നോക്കിയാലോ, അവളെ അവിടെയൊന്നും കാണുന്നില്ലല്ലോ. അത് പിന്നെ നോക്കിക്കുക അമ്മേ, ഞാനേ ഒരു തെറ്റ് ചെയ്തു. അമ്മ എന്നോട് കുഞ്ഞിന് സാധനങ്ങളൊന്നും മേടിക്കരുതെന്ന് പറഞ്ഞെങ്കിലും അവിടെ ഇന്ന് ഞാൻ വരുന്ന വഴിക്ക് ഒരു ഉടുപ്പ് കണ്ടമ്മേ, നല്ല ഉടുപ്പ്. എനിക്കിത് മേടിക്കാതിരിക്കാൻ തോന്നിയില്ല. ഞാനതുകൊണ്ട് കുഞ്ഞിന് വേണ്ടി മേടിച്ചതാ. ഇത് കാണിക്കാനാ ഞാൻ അവളെ വിളിച്ചത്. എന്നിട്ട് അവളെന്താ വിളി കേൾക്കാത്തത്? അവൾ എവിടെ പോയമ്മേ? എങ്ങും പോകേണ്ടതല്ലല്ലോ. ഈ
ഇനി കുളിക്കുമല്ലോ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഗോമതി ഒരു മറുപടി ഇല്ലാത്ത നിൽക്കുകയാണ് കേട്ടോ. അമ്മയോടെ ഞാൻ ചോദിക്കുന്നത്, അമ്മ എന്താ ഇങ്ങനെ നിൽക്കുന്നേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി തലയും കുമ്മിട്ട് നിൽക്കുക. അത് പിന്നെ ദേവി മോള് അപ്പം അങ്ങോട്ട് ബാലൻ വരിക. ആനന്ദേ, ഇവളോട് ഞാൻ എത്ര നേരമായി ചോദിക്കുന്നു ദേവി മോൾ എവിടെയെന്ന്, ഇവൾക്ക് എന്തോ ഒരു പതർച്ച പോലെ എന്നോട് കാര്യം പറയുന്നില്ല എന്ന് പറയണേ. അപ്പോൾ ആനന്ദിനാകെ ടെൻഷനാവുക. അമ്മേ, എന്നെ ടെൻഷൻ അടിക്കാത്ത കാര്യം പറയുന്നുണ്ടോ? ദേവി എവിടെ അമ്മേ? എൻ്റെ ദേവിക്ക് എന്താ പറ്റിയത്? അപ്പം പെട്ടെന്ന് ബാലൻ ചോദിക്കും, മീനുവിനെ ഇവിടെ കാണുന്നില്ല. ഇവള് ഗോമതി സത്യം എന്താന്നിട്ട് പറയുന്നുമില്ല. ഗോമതി ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം പെട്ടെന്ന് ഗോമതി പറയും, അത് പിന്നെ ദേവിക്ക് ചെറിയ വയറുവേദന പോലെ, അതുകൊണ്ട് മീനു ദേവിയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയിരിക്കുക എന്ന് പറയണേ. അത് കേൾക്കുമ്പോഴത്തേക്കും ബാലൻ പറയും, ദേവിക്ക് വയറുവേദനയോ? നീ എന്താ ഇതെന്നോട് ആദ്യം പറയാതിരുന്നത്? ഇത് പറയാനാണോ നീ ആകെ മടിച്ചു നിന്നത്? എന്നിട്ട് നീ എന്താ കോമതി അവരുടെ കൂടെ പോകാതിരുന്നേ? അത് പിന്നെ ഇവിടെ അനുമോൾക്ക് പരീക്ഷയല്ലേ, അവൾ ഇവിടെ ഇരുന്ന് പഠിക്കുമല്ലേ. അത് മാത്രമല്ല ദേവിയും മീനും എന്നെ കൂടെ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അവർ രണ്ടും കൂടി പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ മീനു ഉണ്ടല്ലോ എന്ന് കരുതിയ ബാലേട്ടാ, പേടിക്കാനൊന്നും ഇല്ലെന്നേ. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. അത് കേൾക്കുമ്പോഴത്തേക്കും ആനന്ദനാകെ ടെൻഷനാവുമേ. ആശുപത്രി പോകാന്നൊക്കെ പറഞ്ഞ എന്നിട്ട് ദേവി എന്നെ വിളിക്കാതിരുന്നത്? ഞാനും കൂടി വരുമായിരുന്നല്ലോ. പെട്ടെന്ന് എന്തു പറ്റി വയറുവേദന? ഞാൻ രാവിലെ പോകുമ്പോൾ അവൾക്ക് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ എന്താ സംഭവിച്ചത്? ഇനി അവൾക്ക് വയറ്റിന് പിടിക്കാത്ത എന്തെങ്കിലും കഴിച്ചോ? അതുകൊണ്ടാണോ? ഏയ്, പേടിക്കാനൊന്നും കാണില്ല ആനന്ദേ എന്ന് അപ്പം ബാലേട്ടനും പറയും കേട്ടോ. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, നമുക്കിപ്പം തന്നെ അവരെ വിളിച്ച് ഏത് ആശുപത്രിയിലാണെന്ന് ചോദിക്കാം, എന്നിട്ട് അങ്ങോട്ട് പോകാം എന്ന് പറയാണ് കേട്ടോ. അപ്പം ആനന്ദും ബാലനും കൂടി നേരെ ആശുപത്രിയിലേക്ക് പോവാം. ഇതേ സമയം റൂമിൽ സുകന്യയും മനുവും പേടിച്ച് വിറച്ചാകെ നിൽക്കുക. അവർ പോയി കഴിയുമ്പോഴത്തേക്കും ഗോമതി ആണെങ്കിൽ റൂമിലേക്ക് കയറി ചെല്ലുക. എന്തായി ചേച്ചി, ബാലേട്ടൻ പോയോ എന്ന് അപ്പോൾ ചോദിക്കും. ബാലേട്ടൻ പോയി, പക്ഷേ ദേവിയുടെ കാര്യം എനിക്ക് പറയാതെ പറ്റില്ലായിരുന്നു. ആനന്ദും വന്നു, അവർ രണ്ടുപേരും കൂടി ആശുപത്രിയിലേക്ക് പോയിരിക്കുക. അയ്യോ, എൻ്റെ കുഞ്ഞ്, ദേവിക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഗോമതി അവിടെ നിന്ന് കരയുക. എൻ്റെ ചേച്ചി, ഇപ്പം അതല്ല നമുക്ക് ചിന്തിക്കേണ്ടത്, ഇവന് നമ്മൾ എന്താ ചെയ്യുക എന്നാണ് ചിന്തിക്കേണ്ടേ. കൃഷ്ണമംഗലത്ത് രാജശ്രീ ചേച്ചിയും അച്യുതേട്ടനും ഈ കാര്യം അറിഞ്ഞാലത്തെ അവസ്ഥയെപ്പറ്റി ചിന്തിച്ചോ? മീനു പിന്നെ ജയിലില്ല, അവളല്ലേ തലക്കടിച്ചത്. ഈശ്വര, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറയണേ. അപ്പോൾ ഗോമതി ആണെങ്കിൽ ആകെ പേടിച്ച് വരച്ച് നിൽക്കുക. എനിക്കൊന്നും അറിയില്ല, ബാലേട്ടനോട് പറയാം, ബാലേട്ടൻ എന്തെങ്കിലും ചെയ്യും, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ? ചേച്ചി എന്താ ഈ പറയുന്നേ? ബാലേട്ടനോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമായി തീരും. തൽക്കാലം നമുക്കിത് ആരും അറിയാതെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ സുകന്യയോട് ഗോമതി ചോദിക്കും, നീ എന്താ പറയുന്നേ? നമുക്ക് ഇവനെ എത്ര നേരം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ കിടത്താൻ പറ്റും എന്ന് പറയണേ. അപ്പം അനുവാണെ പേടിച്ച് പറിച്ചിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ചേച്ചി എന്നും പറഞ്ഞ് സുകന്യ ഇങ്ങനെ ചിന്തിക്കുകയാണ്. ഇതേ സമയം ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആനന്ദും അതുപോലെ നമ്മുടെ ബാലനും മീനും അവിടെ ആകെ തളർന്നിരിക്കുന്ന കാണുക. അപ്പം മീനു അവരെ കാണുമ്പോഴത്തേക്കും എന്ത് പറയണോ അവരോടൊന്നറിയാതെ നിൽക്കുക. അപ്പോൾ വന്നപടി ആനന്ദ് ചോദിക്കും, മീനു എവിടെ എൻ്റെ ദേവി എന്ന് ചോദിക്കുക. ദേവിയെടുത്ത് ഡോക്ടർ പരിശോധിക്കുക എന്ന് പറയണേ. ആകെ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. എന്നാൽ ഞാൻ ഡോക്ടറോട് പോയി ഒന്ന് കയറി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് ആനന്ദ് അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ആനന്ദ് പോയി കഴിയുമ്പോഴത്തേക്കും മീനു നമ്മുടെ ബാലനോട് പറയും, ദേവിയെടുത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടച്ചാ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. ആനന്ദേട്ടൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഇക്കാര്യം എങ്ങനെയാ പറയുക എന്ന് ചോദിക്കാം. അപ്പം ബാലൻ ചോദിക്കും, എന്താ സംഭവിച്ചത്? ഞാൻ വീട് ചെന്നപ്പം ഗോമതി എന്തൊക്കെയോ മറയ്ക്കുന്ന പോലെ തോന്നി. അത് പിന്നെ അച്ഛാ, ദേവിയെടുത്തി ഒന്ന് വീണതാ എന്ന് പെട്ടെന്ന് നമ്മുടെ മീനു പറയൂട്ടോ. വീഴുകയോ? അതെന്താ, അവളുടെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ലേ? അത് എടുത്തി കുളിക്കാൻ പോയപ്പം പയ്യെ വീണതാ എന്ന് ബാലനോട് അങ്ങ് കള്ളം പറയുവാണ് കേട്ടോ നമ്മുടെ മീനു. അപ്പോൾ ബാലനും ആകെ തകർന്ന് നിൽക്കുക. ബാലനും ഒരുപാട് ആഗ്രഹിച്ചതല്ലേ ജനിക്കാൻ പോകുന്ന ആ കുഞ്ഞിനെ, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതല്ലേ. ഇതേ സമയം ഡോക്ടറുടെ അടുത്തേക്ക് കയറി ചെല്ലുന്ന ആനന്ദിനോട് ഡോക്ടർ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം പറയാം. അത് കേട്ട ആനന്ദ് ആകെ തകർന്ന് നിൽക്കുകയാണ്. അത്രയേറെ താൻ ആഗ്രഹിച്ച് മോഹിച്ച് കുഞ്ഞാണത്. ആ കുഞ്ഞ് തനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഉൾക്കൊള്ളാനാവാതെ നമ്മുടെ ആനന്ദ് ഡോക്ടറുടെ മുന്നിൽ നിന്ന് കരയുവാണ് കേട്ടോ. എന്ത് ചെയ്യണമെന്നറിയാതെ. ഇതേ സമയം കൃഷ്ണമംഗലത്താണെങ്കിൽ അലോകിനെ കാണാഞ്ഞിട്ട് രാജശ്രീ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോൾ വീണ്ടും അലോകിൻ്റെ ഫോണിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാജശ്രീ. അപ്പം നന്ദിനി ചോദിക്കും, എന്തു പറ്റി, അലോകിൻ്റെ വിവരമൊന്നും ഇല്ലേ രാജശ്രീ എന്ന് ചോദിക്കുക. ഇല്ല ഏടത്തി, കുറേ തവണ ഞാൻ വിളിച്ചു, അവൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ ആരും എടുക്കുന്നില്ല. എനിക്കെന്തോ പേടി തോന്നുന്നു, അവനെന്തെങ്കിലും പറ്റിക്കാണോ? ഏയ്, നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിക്കേണ്ട, അവൻ ഒരാപത്തും ഉണ്ടായി കാണില്ലെന്നേ. അവൻ ഇപ്പം തന്നെ വരും, നീ ടെൻഷൻ അടിക്കാതിരിക്കുക. അപ്പം ഇന്ദിരാമ അങ്ങോട്ട്
വരിക. ഇതുവരെയും അലോക് വന്നില്ലേ രാജശ്രീ എന്ന് ചോദിക്കുക. ഇല്ലമ്മേ, അവൻ്റെ ഫോണിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവൻ എന്തോ ആപത്ത് പറ്റിയ പോലെയൊക്കെ എനിക്ക് തോന്നുക. എവിടെയാണെങ്കിലും എന്നോട് അവൻ വിളിച്ചു പറയുന്നതാ. ഇനി വൈകുന്നുണ്ടെങ്കിലും പറയുന്ന. ഇതിപ്പം വീട്ടിലുണ്ടായിരുന്നവനാ. ഇത്ര പെട്ടെന്ന് ഇത് എങ്ങോട്ടാ മാറിയത്? ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഈശ്വര, എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് രാജശ്രീ കരയാൻ തുടങ്ങുമ്പോൾ നന്ദിനി പറയും, നീ ഇങ്ങനെ സങ്കടപ്പെടലേ, അവൻ ഒരാപത്തും ഉണ്ടാവില്ലെന്നേ. അതൊക്കെ നിനക്ക് വെറുതെ തോന്നുന്നതാ. അവനിപ്പം വല്ല ഫ്രണ്ട്സിനോടോ വർത്താനോ പറഞ്ഞോ എന്തോ നിൽക്കുമായിരിക്കും എന്നൊക്കെ നന്ദിനി അതും ഇതൊക്കെ പറഞ്ഞ് രാജശ്രീ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവരുടെ ഒന്നും വാക്കുകൾ കൊണ്ട് രാജശ്രീക്ക് ഒരാശ്വാസവും ലഭിക്കുന്നില്ല. ഇതൊക്കെയാണ് നാളത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.